നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. അതിദാരിദ്ര്യമുക്ത കേരളം പ്രവർത്തനങ്ങൾ പഠിക്കാൻ ആന്ധ്രയിൽ നിന്നുള്ള വിദഗ്ധ സംഘം കില സന്ദർശിച്ചു. സംരംഭക നഗരം പദ്ധതി കിലയുമായി ധാരണാപത്രം ഒപ്പുവെച്ച കുന്നംകുളം നഗരസഭ. സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷിക്കാർക്ക് സമഗ്ര ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. മാതൃകയായി മലപ്പുറത്തിന്റെ സഹജീവനം. വാർത്തകൾ വിശദമായി. അതിദാരിദ്ര്യമുക്ത കേരളം പ്രവർത്തനങ്ങൾ പഠിക്കാൻ ആന്ധ്രയിൽ നിന്നുള്ള വിദഗ്ധ സംഘം കില സന്ദർശിച്ചു. കേരളം നടപ്പിലാക്കിയ അതിദാരിദ്ര്യമുക്തിക്കായുള്ള പ്രവർത്തനങ്ങൾ പഠിക്കാൻ ആന്ധ്ര സർക്കാരിന്റെ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം തൃശൂർ കില സന്ദർശിച്ചു. പരിപാടിയുടെ ആശയതലവും പരിശീലനങ്ങളും ആവിഷ്കരിച്ച സ്ഥാപനം എന്ന നിലയിലാണ് സംഘം കില സന്ദർശിച്ചത്. സമാനമായ പരിപാടി ആന്ധ്രാപ്രദേശിൽ നടപ്പിലാക്കാനുള്ള ആന്ധ്ര സർക്കാരിന്റെ പരിപാടിയുടെ ഭാഗമാണ് സന്ദർശനം. കില ഡയറക്ടർ ജനറൽ എൻ ദേവിദാസൻ IAS, അധ്യാപകരായ ഡോക്ടർ കെ രാജേഷ്, ഡോക്ടർ മോനിഷ് ജോസ് എന്നിവർ അതിദാരിദ്ര്യമുക്ത പരിപാടിയുടെ ആശയ ചട്ടക്കൂടും നടപ്പിലാക്കിയ രീതിയും വിദഗ്ധ സംഘത്തിനു മുൻപിൽ അവതരിപ്പിച്ചു. ആന്ധ്ര ആസൂത്രണ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി ആനന്ദ് ശങ്കർ IFS, P. ശ്രീരാമലു നായിഡു, അഡീഷണൽ CEO, സൊസൈറ്റി ഫോർ എലിമിനേഷൻ ഓഫ് റൂറൽ പോവർട്ടി, സായ് സാത്വിക്, കൺസൾട്ടന്റ് ആസൂത്രണ വകുപ്പ്, അമിത് ഗുപ്ത, കൺസൾട്ടന്റ് സമഗ്ര, സന്ദീപ്, കൺസൾട്ടന്റ് ആസൂത്രണ വകുപ്പ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ അഭിജിത്ത് TG, വകുപ്പ് ഉദ്യോഗസ്ഥരായ അബ്ദുള്ള KM, സുജേഷ് MS, അജയ് ജോർജ്, പ്രീതി MB, ഗായത്രി എന്നിവർ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. സംരംഭക നഗരം പദ്ധതി കിലയുമായി ധാരണാപത്രം ഒപ്പുവെച്ച കുന്നംകുളം നഗരസഭ. കുന്നംകുളത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും ചരിത്രപരവുമായ പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള വികസനം ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച സംരംഭക നഗരം പദ്ധതിക്ക് തുടക്കമായി. കിലയാണ് പദ്ധതിയുടെ മുഖ്യ ഉപദേഷ്ടാവ്. പദ്ധതിയുടെ കേന്ദ്ര ഓഫീസ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ കിലയുമായുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു. സംരംഭക ഓഫീസ്, സിറ്റി ബിസിനസ് കൗൺസിൽ, വാർഷിക സംരംഭക സമ്മേളനം, സംരംഭക അക്കാദമി, സംരംഭക ക്ലബ്ബുകൾ എന്നിവ സ്ഥാപിച്ച് കുന്നംകുളത്തെ ഒരു മികച്ച സംരംഭക ആവാസ വ്യവസ്ഥയായി ഉയർത്തുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. കില അർബൻ ചെയർ പ്രൊഫസർ ഡോക്ടർ അജിത് കാളിയത്ത് പ്രഭാഷണം നടത്തി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പുഷ്പ ജോൺ, T. സോമശേഖരൻ, ആർഷ ജിജു, കൗൺസിലർ ശ്രീജിത്ത് ആവേൻ, നഗരസഭാ സെക്രട്ടറി KK മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലാദ്യമായി ഭിന്നശേഷിക്കാരുടെ സമഗ്ര വിവരശേഖരണത്തിനും പദ്ധതി ആസൂത്രണത്തിനും സേവന ഏകോപനത്തിനുമായി മലപ്പുറം ജില്ലാ ഭരണകൂടവും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി വികസിപ്പിച്ച സഹജീവനം വെബ് പോർട്ടൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി പ്രകാശനം ചെയ്തു. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ അധ്യക്ഷത വഹിച്ചു. ഭാവിയിൽ കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് പോർട്ടൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ സമഗ്ര വിവര പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന സഹജീവനം വെബ് പോർട്ടലിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും വിവരശേഖരണം നടത്തും. ഭിന്നശേഷിയുടെ തരം, ശാരീരിക, മാനസിക, സാമൂഹിക, കുടുംബ സാഹചര്യം, വിദ്യാഭ്യാസം, തൊഴിൽ നൈപുണി, ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ സേവനങ്ങൾ തുടങ്ങിയ സമഗ്ര വിവരങ്ങൾ ഡിജിറ്റലായി ലഭ്യമാകും. ഭിന്നശേഷിക്കാർക്കായുള്ള വിവിധ സർക്കാർ പദ്ധതികൾ, ക്ഷേമ സേവനങ്ങൾ, പുനരധിവാസ പ്രവർത്തനങ്ങൾ, തൊഴിൽ വിദ്യാഭ്യാസ അവസരങ്ങൾ എന്നിവയുടെ പൊതുവേദിയായും സഹജീവനം പ്രവർത്തിക്കും. ഇതിലൂടെ ഓരോ വിഭാഗം ഭിന്നശേഷിക്കാരുടെയും ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ശാസ്ത്രീയവും ഡാറ്റ അധിഷ്ഠിതവുമായ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യാൻ മലപ്പുറം ജില്ലയ്ക്ക് സാധിക്കുമെന്ന് വെബ് പോർട്ടൽ പ്രകാശനം ചെയ്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി പറഞ്ഞു. ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണറും തിരൂർ സബ് കളക്ടറുമായ ദിലീപ് K. കൈനിക്കര മുഖ്യാതിഥിയായി. ലോക്കൽ ലെവൽ കമ്മിറ്റി അംഗം അബ്ദുള്ള നാസർ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ, കോട്ടക്കൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ അബ്ദുള്ള നാസർ, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആസാദ് അജയ്, വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ള നാസർ, സാമൂഹ്യനീതി സീനിയർ സൂപ്രണ്ട് രാജീവ്, അബൂബക്കർ KC, ഷിബിൻ ലാൽ, ജില്ലാ കളക്ടറുടെ DCIP ടീം അംഗങ്ങൾ, വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഖരമാലിന്യ പരിപാലന ചട്ടം 2026 ഫലപ്രദമായ നിർവഹണത്തിനായി ജനപ്രതിനിധികൾക്കുള്ള പരിശീലന മൊഡ്യൂളുകൾ തയ്യാറാക്കുന്നതിനുള്ള ദ്വിദിന ശില്പശാല കില ആസ്ഥാനത്ത് സംഘടിപ്പിച്ചു. കില രജിസ്ട്രാർ D. ജയകുമാർ, കില അസിസ്റ്റന്റ് ഡയറക്ടർ പരിശീലനം മുന്ന സദാനന്ദ്, സീനിയർ അർബൻ ഫെലോ ഡോക്ടർ K. രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
ജനപ്രതിനിധികൾക്കുള്ള പൊതുപരിശീലന മൊഡ്യൂൾ, മലയോര മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കായുള്ള പ്രത്യേക മൊഡ്യൂൾ, ദ്വീപ് പ്രദേശങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കായുള്ള പ്രത്യേക മൊഡ്യൂൾ എന്നിവയാണ് ശില്പശാലയിൽ രൂപീകരിക്കുന്നത്. ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും വിദഗ്ധരുമായിരുന്നു ശില്പശാലയിൽ പങ്കെടുത്തത്. വയനാട് ജില്ലയിലെ ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്ക് പോഷകാഹാര ലഭ്യത, ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ബയോ ഫോർട്ടിഫൈഡ് കിഴങ്ങുവിള സംരംഭത്തിന് MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനിൽ തുടക്കമായി. കുടുംബശ്രീയുമായി സഹകരിച്ച് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 2 കർഷക ഗ്രൂപ്പുകളെയാണ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ICAR സെൻട്രൽ പ്ലാന്റേഷൻ കോർപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ ബയോ ഫോർട്ടിഫൈഡ് കിഴങ്ങുവിള ഇനങ്ങളുടെ, പ്രത്യേകിച്ച് മധുരക്കിഴങ്ങിന്റെ കൃഷി വ്യാപനമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടാതെ ജില്ലയിലെ 3 ബ്ലോക്കിലെ 22 JLGകൾക്കും ഒരു പ്രൊഡ്യൂസർ ഗ്രൂപ്പിനുമായി 855 കിലോഗ്രാം വരദ ഇനത്തിൽപ്പെട്ട ഇഞ്ചിവിത്ത്, 3777 കിലോ പ്രതിഭ ഇനത്തിലുള്ള മഞ്ഞൾ വിത്ത് എന്നിവ വിതരണം ചെയ്തു. 19.3 ഏക്കറിൽ നടത്തുന്ന കൃഷിയിൽ 100 വനിതാ കർഷകരും ഉൾപ്പെടുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. MS SRF ഡയറക്ടർ നീരജ് ജോഷി അധ്യക്ഷനായ പരിപാടിയിൽ ഡോക്ടർ C തമ്പാൻ, ഡോക്ടർ MS സജീവ്, ഡോക്ടർ സുനിൽ കുമാർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KP ജയേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കില തളിപ്പറമ്പ് സെന്ററിൽ കുടുംബശ്രീ അംഗങ്ങൾക്കായി ഫാഷൻ ഡിസൈനിങ്ങിൽ പരിശീലനം നൽകി. സെന്റർ പ്രിൻസിപ്പൽ അബ്ദുൾ ജലീർ DV ഉദ്ഘാടനം ചെയ്തു. 5 ദിവസം നീളുന്നതായിരുന്നു പരിശീലനം. പരിപാടിയിൽ കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് 34 പേരായിരുന്നു പരിശീലനാർത്ഥികൾ. പരിശീലനത്തിൽ ഫാഷൻ ഡിസൈനിങ്, സംരംഭകത്വം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നീ വിഷയങ്ങളിൽ ക്ലാസുകളെടുത്തു. അനശ്വര, രേഷ്മ എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. അക്ഷരോന്നതി പദ്ധതിയുടെ ഭാഗമായി മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച പുസ്തകങ്ങളുടെ വിതരണം മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. നടുപ്പതി, ആനക്കല്ല് ഉന്നതികളിലെ സാമൂഹ്യ പഠന മുറികൾക്കാണ് പുസ്തകങ്ങൾ കൈമാറിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിൽ വായനാമുറി ഒരുക്കുന്നതിനും കുട്ടികൾ വായനാശീലം വളർത്തുന്നതിനുമായി ആരംഭിച്ചതാണ് പദ്ധതി. മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ BC ഉദയകുമാർ അധ്യക്ഷനായി. പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല, മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ധന്യ, ജോയിന്റ് ഡയറക്ടർ രാമൻകുട്ടി, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ സനീഷ്, ജില്ലാ കോർഡിനേറ്റർ റെനില, ബ്ലോക്ക് കോർഡിനേറ്റർ ഹരിത, JS ജമാൽ മുഹമ്മദ്, KA ശോഭിത തുടങ്ങിയവർ പങ്കെടുത്തു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പദ്ധതി പ്രകാരം ചലനപരിമിതരായ ഭിന്നശേഷിക്കാർക്കുള്ള ട്രൈ സ്കൂട്ടർ വിതരണത്തിന് ജനറൽ പട്ടികജാതി വിഭാഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളുടെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടവർ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം ഓഗസ്റ്റ് 18 വൈകിട്ട് 5 മുൻപ് ജില്ലാ സാമൂഹികനീതി ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ 0468 2325 168. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ വിവിധ പഞ്ചായത്ത് വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കുന്നന്താനം ഗ്രാമപഞ്ചായത്തിലെ വള്ളോക്കുന്ന് സ്ത്രീ സംവരണം, കുറ്റൂര് ഗ്രാമപഞ്ചായത്തിലെ ഓതറ പട്ടികജാതി സംവരണം, റാന്നി ഗ്രാമപഞ്ചായത്തിലെ ബ്ലോക്കുപടി സ്ത്രീ സംവരണം, അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലെ കല്ലേലി പട്ടികജാതി സംവരണം എന്നീ തദ്ദേശ സ്ഥാപന വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത്. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പേര് ചേർക്കാം. പേര് ചേർക്കാനുള്ള അപേക്ഷകളും ആക്ഷേപങ്ങളും ഓഗസ്റ്റ് 5 വരെ സ്വീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. അപേക്ഷകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ www.sec.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി സമർപ്പിക്കാമെന്ന് ജില്ലാ കളക്ടർ A. നിസാമുദ്ദീൻ IAS അറിയിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതിയിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന സംയുക്ത പദ്ധതികൾ സംബന്ധിച്ച് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. തരിശുനിലം കൃഷിയോഗ്യമാക്കൽ, അംഗനവാടി കെട്ടിട നിർമ്മാണം, പട്ടികജാതി നഗരങ്ങളുടെ നവീകരണം, വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് തോടുകൾ ആഴം കൂട്ടി സംരക്ഷിക്കൽ തുടങ്ങിയ മേഖലകളിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രധാനമായും സംയുക്ത പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. തുടർന്ന് ഗ്രാമ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ നിർദ്ദേശങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. ജനസംഖ്യാ പക്ഷാചരണത്തോടനുബന്ധിച്ച് നടന്ന ആലപ്പുഴ ജില്ലാതല ബോധവത്കരണ പരിപാടി പാതിരപ്പള്ളി അൽഫ ജീനിയസ് ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ AD തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KN ശൈലജ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം B. സേതുനാഥ്, ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. അനു, സ്കൂൾ ഡയറക്ടർ ഡോക്ടർ റോജസ് ജോസ്,
ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർമാരായ ഡോക്ടർ ഐ ചിത്ര, ഡോക്ടർ ആർ സേതുനാഥ്, ജൂനിയർ കൺസൾട്ടന്റ് ആഗ്നൽ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. വല്ലേത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ നീന ചന്ദ്രൻ വിദ്യാർത്ഥികൾക്കായി ബോധവത്കരണ ക്ലാസ് നയിച്ചു. ജനസംഖ്യാ പക്ഷാചരണത്തോടനുബന്ധിച്ച് കോളേജ്, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായുള്ള പ്രശ്നോത്തരി സംവാദ മത്സരങ്ങൾ 16-ന് നടക്കും. ചക്കിട്ടപ്പാറയിൽ സംഘടിപ്പിച്ച ലോക ജന്തുജന്യ രോഗ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി തോമസ് നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ആരോഗ്യം, ദേശീയ ആരോഗ്യ ദൗത്യം, പെരുവണ്ണാമൂഴി കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ചക്കിട്ടപ്പാറ വനിതാ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിതേഷ് മുതുകാട് അധ്യക്ഷനായി. അഡീഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പി രാജേഷ് മുഖ്യ പ്രഭാഷണം നടത്തി. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സി കെ അഫ്സൽ ദിനാചരണ സന്ദേശം നൽകി. വള്ളുവങ്ങാട് AMLP സ്കൂളിൽ നിർമ്മിച്ച വാര്യൻകുന്നത്ത് ബാപ്പുട്ടി ഹാജി സ്മാരക കെട്ടിടം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ PH ഷമീം ബാബു, പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രോഹിൽനാഥ്, തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NP മുഹമ്മദ്, ജനപ്രതിനിധികളായ ഷാഹിന നിയാസി, CK അസൈനാർ, TP റൈഹാനത്ത്, PT ഷെരീഫ്, MP അബൂബക്കർ, വാർഡ് മെമ്പർ ഷിഹാബുദ്ദീൻ കാരക്കാടൻ, മഞ്ചേരി നഗരസഭാ കൗൺസിലർമാർ, പ്രധാന അധ്യാപിക ജിഷ UC, AEO ആമിന ബീഗം, സ്കൂൾ മാനേജർ CP ഇബ്രാഹിം ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. VBG റാംജി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലയിലെ ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാർക്ക് പരിശീലനം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഹനീഫ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ദിലീപ് കുമാർ, മീനാക്ഷി രാമൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PC മജീദ്, ജോയിന്റ് ഡയറക്ടർ ആൻഡ് ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ബൈജു ജോസ്, ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർമാരായ ശ്രീജിത്ത്, ശ്രീകല, സുധീർ, ITPS അഞ്ജുദാസ് എന്നിവർ സംസാരിച്ചു. പ്രാദേശികം അവസാനിക്കുന്നു. നേർക്കാഴ്ച. അടുത്തതായി നമുക്ക് സംസാരിക്കാം. ഞാൻ അഡ്വക്കേറ്റ് P ഇന്ദിര, കണ്ണൂർ കോർപ്പറേഷൻ മേയറാണ്. നമ്മുടെ ആരോഗ്യ മേഖലയിലും അതുപോലെ ശുചിത്വ മാലിന്യ രംഗത്തും കണ്ണൂർ കോർപ്പറേഷൻ നല്ല പദ്ധതികൾ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച
എന്നുള്ള നിലയിൽ കുറേ പദ്ധതികൾ നമ്മൾ ഇപ്രാവശ്യത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമായി കണ്ണൂർ കോർപ്പറേഷൻ ഒരു ഡയാലിസിസ് സെൻ്റർ ഉണ്ട്. അവിടെ ഒരു സൗജന്യ നിരക്കിലാണ് അവിടെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ അടിസ്ഥാന സൗകര്യം ഒന്നുകൂടി മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നല്ലൊരു പദ്ധതി കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് മാരകമായിട്ടുള്ള അസുഖം ബാധിച്ച ക്യാൻസർ രോഗികൾ, കിഡ്നി പേഷ്യൻ്റ് അല്ലാതെ ലിവർ പേഷ്യൻ്റ്, അങ്ങനെ ഒരുപാട് രോഗികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്ക് ഒരു മരുന്ന് വാങ്ങിക്കൊടുക്കുക, അവർക്ക് മരുന്നിനുള്ള തുക, ആ തരത്തിലുള്ള ഒരു പദ്ധതിയും നടപ്പിലാക്കി വരണമെന്നുണ്ട്. പിന്നെ മറ്റ് ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയോജനങ്ങളുടെ എണ്ണം കൂടി വരിക. ആരോഗ്യം ഇപ്പം ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് തൈറോയിഡ് പോലുള്ള അസുഖങ്ങളൊക്കെ ഒരു ജീവിതശൈലി രോഗമായി മാറിയിരിക്കുക. അവരുടെ ആരോഗ്യം, അവർ സ്ട്രെസ് അനുഭവിച്ച് അവർക്ക് ഇതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിയിട്ട് ഇത്തരം പെൺകുട്ടികളിലുള്ള ഈ PCOD അതുപോലെയുള്ള തൈറോയിഡ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ഇനീഷ്യൽ ഒരു ടെസ്റ്റ് നടത്തി അത് കണ്ടുപിടിക്കണം. അതോടൊപ്പം തന്നെ വയോജനങ്ങളുടെ എണ്ണം കൂടി വരിക. അപ്പോൾ വയോജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവർക്കും ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നതിനപ്പുറത്തേക്ക് അവർ വീട്ടിൽ ഏകാന്തത അനുഭവിച്ച് ഒറ്റപ്പെട്ട് സ്ട്രെസ് അനുഭവിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഞങ്ങളെ ഇപ്പോൾ കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ മാതൃകാ സായംപ്രഭ ഹോമായി കണ്ണൂർ കോർപ്പറേഷൻ തിരഞ്ഞെടുത്തിരിക്കുക. അത് 56 ഡിവിഷനിലും വയോജന കേന്ദ്രം, ഒരു ഡേ കെയർ മാതിരിയുള്ള വയോജന കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. ഇത്തവണ എന്തായാലും നിർബന്ധമായി വെക്കണം. അവരെ മാനസികമായും ആരോഗ്യമായും അവരുടെ വീക്കായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് ഒരു സ്ട്രെസ് റിലീഫ് അത് ചെയ്യണം. അതോടൊപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫിറ്റ്നസ്, ഒരു ഓപ്പൺ ജിമ്മ്, അത് ഞങ്ങൾ കഴിഞ്ഞ 5-6 സ്ഥലത്ത് വെച്ചു. ഇനി പിന്നീട് അത് ഓരോ സോണലുകളിലും സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ ജിമ്മ് അത് കൊണ്ടുവരണമെന്ന്, അങ്ങനെയൊക്കെ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ പദ്ധതി തുക എത്രത്തോളം ഉണ്ടാകുമെന്നറിയില്ല. എന്നാൽ പോലും ഞങ്ങൾ CSR സർക്കാർ അനുമതിയുണ്ട്, CSR ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ തരത്തിൽ കൂടി ആലോചിച്ചുകൊണ്ട് ആ മേഖലകളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഭരണസമിതിക്കുള്ളത്. എന്തായാലും പദ്ധതി ആസൂത്രണത്തിൻ്റെ ഘട്ടത്തിലാണ് ഇപ്പം ഞങ്ങൾ എല്ലാവരും ഉള്ളത്. ആ സമയമാണ്. അപ്പോൾ അത് നല്ല നല്ല പദ്ധതികൾ കൊണ്ടുവരണം, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള, എന്നാൽ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ പറ്റണം. ആ തരത്തിലുള്ള പദ്ധതികൾ ഇത്തവണ എന്തായാലും കൊണ്ടുവരും. കാർഷിക മേഖല നമ്മൾ വിസ്തൃതി നമുക്കറിയാമല്ലോ. കണ്ണൂർ കോർപ്പറേഷൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് മറ്റുള്ള കോർപ്പറേഷനേക്കാളും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാർഷിക മേഖല വലിയതായി പരിപോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കാറില്ല. പക്ഷെ ഉള്ളത് നമ്മൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നെല്ല് കൃഷി പ്രോത്സാഹനം, ഇടവേള കൃഷികൾ, അതുപോലെ തെങ്ങ് ഉള്ള വളം കൊടുക്കുക, തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കുക. പിന്നെ അടുക്കളത്തോട്ടം, എല്ലാ വീടുകളിലും ഈ എന്താ പറയുക, കീടനാശിനി ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറികൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളത് നമ്മൾ വലിയൊരു പ്രൊമോഷനാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര വിദ്യാസമ്പന്നരായിട്ടുണ്ടെങ്കിലും അത് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളായാൽ പോലും സ്ത്രീകൾ ഇന്ന് മാനസികമായി ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ഒരു കൗൺസിലിംഗ് സെൻറ്റർ, അത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലിംഗ് സെൻറ്റർ നടത്തണം. അതുപോലെ ഫിറ്റ്നസ് സെൻറ്ററുകൾ, ഓപ്പൺ ജിമ്മുകൾ, ഇതൊക്കെ എല്ലാവർക്കും പ്രയോജനമാകുന്നത്. പിന്നെ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം, അതും ഞങ്ങളുടെ ഒരു വലിയ പദ്ധതിയാണ്. പക്ഷേ അതിലും നമുക്ക് വേണ്ടത്ര ആളുകളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് കാർ ഡ്രൈവിങ്, ആ തരത്തിലുള്ള കുറേ ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങാനുള്ള സബ്സിഡി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടും വേണ്ടത്ര ആളുകളെ കിട്ടുന്നില്ല. ഒരു വാഹനം വാങ്ങി കൊടുത്ത് തട്ടുകട മാതിരി ആ തരത്തിൽ സ്ത്രീകളെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അതും ഞങ്ങൾ വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആളെ കിട്ടിയിരുന്നില്ല. എന്തായാലും സ്ത്രീകൾക്ക് മാനസികമായും ശാരീരികമായും ഉന്മേഷം ഉണ്ടാക്കുക, അവരും കുടുംബത്തിലെ ഒരു ഏണിംഗ് മെമ്പറാക്കി മാറ്റുക, ആ തരത്തിൽ ഒരു സാമൂഹ്യ സുരക്ഷിതത്വം ഒരു കുടുംബത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം. നഗരവികസനം എന്ന് പറയുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പോൾ നഗര സൗന്ദര്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതോടൊപ്പം ഞങ്ങൾ ഈ ഭരണസമിതി ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്ന 4 പ്രൊജക്റ്റുകളുണ്ട്. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഒന്ന്,
നമ്മുടെ സ്റ്റേഡിയം നവീകരണം. സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതോടൊപ്പം തന്നെ പഴയ ബസ് സ്റ്റാൻഡ്. ഈ രണ്ട് സംഗതികളും ഒരുപാട് 100 വർഷത്തിനടുത്തായെന്ന് എനിക്ക് തോന്നുന്നു. പഴക്കമുള്ള കെട്ടിടമാണ്. ആ കെട്ടിടത്തിന് കേടുപാട് സംഭവിച്ചു, എന്തൊക്കെയോ പരിക്കുകൾ പറ്റി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് രണ്ടും പൊളിച്ചു മാറ്റിയിട്ട് അവിടെ നല്ല രീതിയിലുള്ള നമുക്ക് തനത് വരുമാനം കൂടി ഉണ്ടാകുന്ന തരത്തിൽ വാണിജ്യ സമുച്ചയങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതോടൊപ്പം തന്നെ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ ഞങ്ങൾ സൂപ്പർ ലീഗ് മത്സരം നടത്തി. കണ്ണൂരിലെ ജനങ്ങളെ പോലും അമ്പരിപ്പിച്ചുകൊണ്ടുള്ള കാണികളായിരുന്നു ആ പരിപാടികളൊക്കെ ആസ്വദിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു വലിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്കിതിന് പറ്റും. അതോടൊപ്പം തന്നെ നമ്മളെ ഏറ്റവും വലിയ നീറുന്ന പ്രശ്നം എന്ന് പറയുന്നത് പയ്യാമ്പല ശ്മശാനം. ആ പയ്യാമ്പല ശ്മശാനം നമ്മളിപ്പോഴും പ്രാകൃതമായ രീതിയിലുള്ള ശവസംസ്കാരമാണ് അവിടെ നടക്കുന്നത്. ആ നടക്കുന്നതോടുകൂടി ആ പ്രദേശത്തുകാർക്ക് ഒരുപാട് പ്രയാസമുണ്ട്. ഒരുപാട് ഫ്ലാറ്റുകൾ, ആ അറബിക്കടലിൻ്റെ തീരത്ത് ഫ്ലാറ്റുകളുണ്ട് ഒരുപാട്. അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ അവിടെ ഒരു ആധുനിക രീതിയിലുള്ള ശ്മശാനം ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ടൂറിസം ഡെവലപ്മെൻറ്റ്, ടൂറിസത്തിന് ഒരുപാട് സാധ്യതയുള്ള സ്ഥലമാണ് പയ്യാമ്പലം ബീച്ച് എന്ന് പറയുന്നത്. ആ ബീച്ച് ഇപ്പോൾ DTPCയുടെ കയ്യിലാണ്. നമ്മൾ കലക്ടറുമായി സംസാരിച്ചു, DTPCയുടെ ആളുകളുമായി സംസാരിച്ചു. നമ്മൾ സംയുക്തമായി അവിടെ ഒരു നല്ല ഒരു ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവിടെ നല്ല ഒരു സാധ്യതകൾ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള ഒരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തു. അത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടല്ല, CSR ഫണ്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു പുറത്തുനിന്ന് ആരെങ്കിലും അഭ്യുദയകാംക്ഷികൾ ഉണ്ടാവും, ഇതൊക്കെ ചെയ്തു തരാൻ ആളുകളുണ്ട്. ഇപ്പോൾ ആ തരത്തിലോ നമ്മൾ അതൊന്നും നന്നാക്കിയെടുത്ത് ഒരു നല്ല സാധ്യതകൾ ടൂറിസം മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് കണ്ണൂർ കോർപ്പറേഷന് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം പോലും ലഭിച്ചിട്ടുണ്ട്. കാരണം അത്രമാത്രം നല്ല രീതിയിലുള്ള നമ്മളെ നെല്ലിക്ക ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അജൈവ മാലിന്യ ശേഖരണം, അത് നമുക്ക് വലിയൊരു നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നു. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഇന്ന് മാലിന്യം എടുത്തില്ല എങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് അത് തിരിച്ചറിയാം. ഇന്ന വീടുകളിൽ നിന്ന് എടുത്തില്ല, ഇന്ന വീട്ടിൽ നിന്ന് പൈസ കൊടുത്തില്ല, ഈ എത്ര വേസ്റ്റ് എടുത്തു, അതിൻ്റെ തൂക്കം ഉൾപ്പെടെയുള്ളത് നമുക്ക് ആ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ തരത്തിലുള്ള നല്ല ഒരു മാലിന്യ കളക്ഷൻ നമ്മുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് ആദ്യകാലങ്ങളിൽ വീടുകളിലായിരുന്നു, ഇന്ന് കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ എടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജൈവ മാലിന്യ സംസ്കരണമാണ്. അതൊരു വിൻഡ്രോ കമ്പോസ്റ്റിങ്ങിൻ്റെ പ്രോജക്റ്റ് നമ്മുടെ ചേലോറ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഒരു പരിധിവരെ അവിടത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതോടൊപ്പം തന്നെ സിറ്റി ഭാഗങ്ങളിൽ ഒരു തിക്കിലി പോപ്പുലേറ്റഡ് ഏരിയയാണ് അവിടെ നമ്മൾ അവിടെ തന്നെ ഒരു പ്ലാന്റ് സ്വകാര്യ സ്ഥലങ്ങളോ ലീസിനോ എന്തെങ്കിലും എടുത്തിട്ട് അതിന് സ്വകാര്യ സംരംഭങ്ങൾക്ക് കൊടുക്കാമെന്ന് സർക്കാരിന് സർക്കുലർ വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തരത്തിൽ ഒരു ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ, ഇപ്പോൾ എല്ലാ നൂതന ടെക്നോളജി ഉണ്ടല്ലോ, നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള പല സംഗതികളും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് പരിശോധിച്ച് ആ തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് ഉപയോഗശൂന്യമായി കിടക്കുന്ന പറമ്പുകളുണ്ട്, സ്വകാര്യ പറമ്പുകൾ. അത്തരം പറമ്പുകളിലാണ് ഇപ്പോൾ ആളുകൾ കൊണ്ടിടുന്നത്, മാലിന്യം വലിച്ചെറിയുന്നത്. അത്തരം സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ച് അത് തരിശാക്കിയിടാതെ അത് കൃഷിയോഗ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഇത്തവണ നടത്തണം എന്നുള്ള ഒരു ഇതിലുണ്ട്. മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലത്ത് 100-150ഓളം CCTV ക്യാമറകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് കുറച്ച് വിപുലീകരിക്കണം. അങ്ങനെ നല്ല ഒരു മാലിന്യ നിർമ്മാർജ്ജനം നന്നായി പോകുന്നുണ്ട്. പിന്നെ FSTP പ്ലാന്റ് അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതോടുകൂടി കക്കൂസ് മാലിന്യത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണും. അതോടൊപ്പം STP പ്ലാന്റ് കണ്ണൂർ കോർപ്പറേഷനാണ് ആദ്യമായി ഒരു ലോക്കൽ ബോഡി ചെയ്തിട്ടുള്ളത്. അതും നന്നായി പോകുന്നുണ്ട്. എന്തായാലും മോശമല്ലാത്ത നല്ല രീതിയിലുള്ള ഒരു ശുചിത്വ മാലിന്യ സംസ്കരണ സംവിധാനം നമ്മുടെ കണ്ണൂർ കോർപ്പറേഷനിൽ നടന്നു വരുന്നുണ്ട്. ഭാവി പ്രവർത്തനങ്ങൾ നമ്മൾ ഇത് തന്നെയാണ്. നമ്മളെ ഏറ്റവും ഡ്രീം പ്രോജക്ട്സ് എന്ന് പറയുന്നത് ഈ 4 എണ്ണമാണ്. കാരണം നമ്മുടെ സ്റ്റേഡിയം നവീകരിക്കുക, പഴയ ബസ് സ്റ്റാൻഡ്, ഒരു കൺവെൻഷൻ സെൻറ്റർ ഉൾപ്പെടെ ഫുഡ് കോർട്ട്, മൾട്ടിപ്ലക്സ് തിയേറ്റർ, അതുപോലെയുള്ള ഒരു നൈറ്റ് ലൈഫ് കൂടി ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു വാണിജ്യ സമുച്ചയം തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് നഗര സൗന്ദര്യവൽക്കരണം, നമ്മുടെ കോർപ്പറേഷൻ്റെ സമഗ്രമായ വികസനം, ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ ഇതൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ട്
മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഭരണസമിതിയുടെ കൗൺസിലിൻ്റെ ആഗ്രഹം. അവിടെ നമ്മൾ ഭരണ പ്രതിപക്ഷം എന്നുള്ള ഒരു ഇതില്ല, എല്ലാവരും നമ്മൾ ഒറ്റക്കെട്ടാണ്. ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഏകീകരിച്ചുകൊണ്ടുള്ള ഒരു ഭരണവുമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും. തദ്ദേശകം.